വീട് മൊത്തം തീ കത്തിപ്പോകുന്ന രീതിയിൽ ഒരു സംഭവം അനീഷ് ഇന്ന് ചെയ്തു. അവിടെ നിന്നാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അടുക്കളയിൽ വമ്പൻ അടിയാണ്. അക്ബർ ചീത്ത വിളിച്ചു. അനീഷ് വീട് കത്തിക്കാൻ നോക്കി. ഷാനവാസും അക്ബറും കൂടി വമ്പൻ വഴക്ക്. ഒണിയൽ സാബു ഈ പറയുന്ന അക്ബർ ചീത്ത വിളിച്ച നീ പോടാ മലരെ എന്ന് വിളിച്ചതിനെതിരെ കംപ്ലൈന്റ് ബിഗ് ബോസിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പാനിയും ഷാനവാസും കൂടെ ഉടക്ക്. ഇവനെ എടുത്ത് വെളിയിലെറിയേണ്ടതായിരുന്നു. ജിസേലും അനീഷും കൂടെ ഉടക്ക്. അനീഷ് കോമണർ കാർഡ് യൂസ് ചെയ്തുള്ള കളി മൊത്തം അടപടലം. കിച്ചണിലെ പ്രശ്നമാണ് ഇന്ന് രാവിലെ മുതൽ. എന്താണ് ലൈവിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് മോർണിംഗ് ഒരു 6 മണി മുതൽ 10:30 വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, ലൈവ് കാണാത്തവർക്ക് വേണ്ടി. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. മോർണിംഗ് തന്നെ ചായ എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ട് ഇന്ന് വരുന്നത് പാട്ട് വേറൊന്നുമല്ല, നമ്മുടെ കുട്ടിക്കപ്പൊട്ടിയ കുപ്പായം ആ പാട്ടാണ്. അലുമിനിയം പാത്രം എടുത്ത് ഈ അനീഷ് കൊണ്ട് ഓവനിനകത്ത് വെക്കുന്നത്. ഇത് പൊട്ടിത്തെറിക്കത്തില്ലേ? അനീഷിന് അറിയില്ലായിരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ ജിസേൽ ഇത് കണ്ടോണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ഓടി വന്ന് അതിനെ എടുക്കുന്നു. എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ഷൻ എടുത്തത്? അപ്പൊ ആരെയും പറയുന്നു ചേട്ടാ അങ്ങനെ വെക്കല്ലേ, ഇത്രേ പറയുന്നുള്ളൂ. എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അറിയില്ല, അതങ്ങ് പറഞ്ഞു തന്നാ പോരായിരുന്നു. അപ്പൊ ആര്യൻ അത് അലുമിനിയം ഈ ഓവനും കൂടെ ചേരൂല ചേട്ടാ, അങ്ങനെ ചെയ്യരുത്. ഓ എനിക്ക് അറിയില്ല, അത് പറഞ്ഞു തരണം, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഓവർ എക്സ്പ്രഷൻ ഉണ്ട്. നിങ്ങൾ എന്തോയി കാണിക്കുന്നത്? അതൊന്നും വേണ്ട കേട്ടല്ലോ. ഓക്കെ നമുക്ക് ആ കേസ് വിടാം. എല്ലാവരും പറഞ്ഞു നമുക്ക് ആ കേസ് വിടാം. പക്ഷെ അനീഷ് അത് ഈ തന്നെ കടിച്ചു നോക്കിയിട്ട് ഒരാൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരണം. ഈ ജിസേലും അയ്യോ എന്ന് വിളിക്കാൻ മാത്രം ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. അപ്പൊ ചേട്ടാ വീട് വരെ കത്തിപ്പോവും, പൊട്ടിത്തെറിക്കും. ഓ പിന്നെ ഇത് ബോംബല്ലേ പൊട്ടിത്തെറിക്കാൻ? ബോംബ് ചേട്ടാ സത്യമായിട്ട് ഇത് പൊട്ടിത്തെറിക്കും. ഓ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും അല്ലേ? ആ ചേട്ടാ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും, വീട് മൊത്തം കത്തും. പറഞ്ഞാൽ മനസ്സിലാക്ക്. അതിന് ഇത്രയും വലിയ റിയാക്ഷൻ എന്തിനാ തരുന്നേ? നിങ്ങൾക്ക് മര്യാദയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാത്തോടെ എനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നു. അപ്പൊ ജിസേൽ ഞാൻ അത് കണ്ടിട്ട് അത് കത്തി പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി അയ്യോ എന്ന് പറഞ്ഞ് ഓടി വന്ന് എടുത്തതാണോ? നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നമാകുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിലൊരു മൊട്ടം വഴക്കവിടെ നടക്കുവാണ്. ജിസേലും ആര്യനും അനീഷും കൂടി. അനീഷ് ഈ സാധനം വിടുന്നില്ല. മീൻസ് അനീഷ് ഈ ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ അനീഷിന്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ട് അനീഷ് തന്നെ ഇതിനൊക്കെ എടുത്ത് വഷളാക്കിയിരിക്കുന്നു. ജിസേലോ യു എന്ന് പറഞ്ഞ് വന്ന സാധനം എടുത്തതാണ് ഇപ്പൊ വിഷയമായത്. അടുത്ത് ദോശമാവിന് എല്ലാവരും ദോശമാവൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിന്നി പച്ചവെള്ളം ഒഴിച്ചാൽ മതിയാന്ന്, ചൂടുവെള്ളം ഒഴിച്ച് കലക്കണ്ട എന്ന് ബിന്നി വന്ന് പറയുമ്പോൾ അപ്പൊ അനീഷ് സാധാരണക്കാർക്ക് ഓവൺ ഇല്ലാതെ ജീവിക്കാൻ അറിയാം, നിൽക്കാൻ പറ്റും, കോമണർ കാർഡ്. ഇത് അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഒരു സാധാരണക്കാരായ ഓവൻ എന്തെന്ന് കൂടി അറിഞ്ഞുകൂടാത്ത എന്നെ ഈ ജനങ്ങളെ നിങ്ങൾ നോക്കൂ, ഓവൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരൻ്റെ വീട്ടിൽ ഓവൻ ഇല്ലാത്ത എന്നെ എടുത്തിട്ട് നോക്ക്, എൻ്റെ ഓവനെ പറ്റി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞതാണ്. എന്തൊരു കുറുക്കം ബുദ്ധിയാണ് ഈ അനീഷിൻ്റെ എന്നാണ് ഞാൻ അന്നേരം ആലോചിക്കുന്നത്. എന്നിട്ട് ബിൻസി എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും, നമ്മളിത് ഇത് പണി ചെയ്തോട്ടെ കേട്ടോ. അതിനുശേഷം പിന്നീട് അപ്പാനി, രേണു, ബിന്നി ഇവരും സംസാരിക്കുകയാണ്. അപ്പാനി പറയാണ് ഇവിടെ പലരും ഇനി പൊളിയാനുണ്ട്, ഷാനവാസ് പൊളിയാനുണ്ട്, അതുപോലെ തന്നെ അഭിശ്രീ പൊളിയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ അഭിശ്രീ പോലെ മിണ്ടാതിരിക്കുകയാണ്, എനിക്ക് ഒന്നിനും വയ്യ. അപ്പൊ രേണു പറയാണ് എൻ്റെ വീട് ചോരുന്ന കേസ്, സ്വന്തമായിട്ടൊരു വീടൊക്കെ എനിക്ക് വെക്കണം എന്നൊക്കെ വീട് ചോരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കണ്ടല്ലോ ആരെ വായി നിന്നും ഒന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സരിക നേരെ കിച്ചണിൽ വരുന്നു. അപ്പൊ ജിസേല് ഇതുപോലെ ഓവൻ്റെ അടുത്ത് പോയിട്ട് നേരെ തിരിച്ച് ഓവൻ അടയ്ക്കാതെ എന്തോ നേരെ ക്ലോസ് ചെയ്യാതെ നേരെ പെട്ടെന്ന് അടുപ്പിൽ എന്തോ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അനീഷ് അപ്പൊ സരിക അയ്യോ ഇതെന്തായി കാണിക്കുന്നേ? അപ്പം അവളെങ്ങോട്ട് അപ്പൊ അനീഷ് എന്താണ് ഈ കാണിക്കുന്നത്, നീ അതൊന്നും ഓഫാക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിസ അയ്യോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ. അപ്പോഴത്തേക്കും സരിക അയ്യോ അവള് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണെന്നേ. അപ്പൊ അനീഷ് കിച്ചണിൽ ഇടപെടണ്ട നിങ്ങൾ കേട്ടോ സരികെ, നിങ്ങൾ ഇടപെടണ്ട, നമ്മൾ വഴക്കിടും തള്ളും. നിങ്ങൾ ഇതിൽ ഇടപെടാൻ ആരാണ്? സരികയ്ക്ക് ഒരു വിചാരമുണ്ട്, സരികയ്ക്ക് മാത്രമേ കുക്കിംഗ് അറിയുള്ളൂ, സരികയുടെ കീഴിലാണ് ഈ ഭൂമി, സരികയാണ് അങ്ങനെ, സരികയാണ് ഇങ്ങനെ. അവിടെ താണ്ഡമാടാനാണോ സരിക വന്നത്? അവൻ സരിക ഒന്നും പറഞ്ഞില്ല. അതാണ് ഇരുന്ന് ചിരിക്കുന്ന. സരിക ഒന്നുമേ പറഞ്ഞില്ല. വന്നിട്ട് അയ്യോ എന്നെന്തോ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ഓടിക്കൂടുന്നു. അപ്പൊ ഷാനവാസ് നീ പറയണ്ട അനീഷേ, നീ മിണ്ടാതിരി. അപ്പൊ അപ്പാനി ആരടാ നീ പറയാൻ, നീ ആരടാ അരിക്കൊമ്പനാണോടാ? അനീഷേ നീ അരിക്കൊമ്പനാണോ അവിടെ സംസാരിക്കും? അപ്പൊ ബിന്നി ചേട്ടാ വിശക്കുന്ന, സത്യമായിട്ട് വിശക്കുന്ന, എന്തെങ്കിലും കഴിക്കാൻ എന്താ? അപ്പൊ നീ ഇന്ന് നമ്മൾ കഴിക്കാനാകുമ്പോ കൊണ്ട് തരും ചേട്ടാ, എനിക്ക് വിശന്നിട്ട് വയ്യ, നീ വിശക്കുന്നെങ്കിൽ വായു ഭക്ഷിക്കടി എന്നിങ്ങനെ ഈ അനീഷ് പറയണം. ബിന്നി വിട്ടുകൊടുക്കോ, ഇപ്പൊ ഇറങ്ങണം ഈ കിച്ചണിൽ നിന്ന്. വായു ഭക്ഷിക്കാനാണെങ്കിൽ കിച്ചണിൽ നിന്ന് പിരിച്ചു വിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോടോ കിച്ചണിൽ നിന്ന്, ഇറങ്ങിപ്പോടോ ഇവിടെ നിന്ന്, ഇപ്പൊ ഇറങ്ങണം. അപ്പൊ ഷാനവാസ് അനീഷിന്റെ പേപ്പറാണ്, എടോ ക്യാപ്റ്റൻ ആവുന്നത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അപ്പൊ അക്ബർ കേട്ടോണ്ടിട്ട്
നീയല്ലേ അവനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്, നീ കൂടുതൽ പണയണ്ട കേട്ടോ. അപ്പൊ ഷാനവാസ് ഞാൻ കൂടുതൽ പറയും, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയും. അപ്പൊ അക്ബർ കിച്ചൺ ടീം നമ്മൾ തീരുമാനിച്ചോളാം എന്തൊരു ചെയ്യണോ, നീ കൂടുതൽ പറയണ്ട. അപ്പം അക്ബറും ഷാനവാസും കൂടെ അതിന്റെ പേര് മൊട്ടം വഴക്ക് തുടങ്ങുന്നു. ഷാനവാസ് പറയാണ് നിന്നെ പിന്നെ ഞാൻ ക്യാപ്റ്റൻ ആക്കാം. അപ്പോൾ ഒനിയിൽ ഇത് കേട്ടോണ്ട് വരികയാണ്, ആദ്യം പണിയെടുക്കുക എന്നിട്ട് കിടന്ന് അലയ്ക്കും. ഇവിടെ ആരും കഴിച്ചിട്ടില്ല, എല്ലാവർക്കും ആദ്യം ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് കിടന്ന് അലയ്ക്കാം. അപ്പൊ ഷാനവാസും അക്ബറോട്, അപ്പൊ അക്ബർ പറയാണ് നീ ആരടാ പോയി തരത്തിന് കളി ഷാനവാസ്, നീ പോയി തരത്തിന് കളി. അപ്പൊ ഷാനവാസ് നീ ആരടാ, ഞാൻ പറയും നിങ്ങൾ കേൾക്കും, ഞാൻ ക്യാപ്റ്റനാണ്, മനസ്സിലായല്ലോ. അപ്പൊ ആര്യൻ അങ്ങോട്ട് ഇതിന്റെ പൊണ്ണിച്ചേട്ടത്തിന് മിണ്ടാരി ഇങ്ങോട്ട് മാറിപ്പോന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഷാനവാസ് പറയാണ് നിന്റെ തുപ്പല് തെറിക്കും, നീ മാറിയില്ലേ, തുപ്പല് തെറിപ്പിക്കല്ലേ, മാറുന്നില്ലേ. അപ്പൊ അക്ബർ നീ ഒരു മലരും അല്ലടാ, മറ്റേ ചീത്ത വിളിക്കണം, നീ ഒരു മലരും അല്ലടാ എന്ന് ഒനിയിൽ നിന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഷാനവാസും ഒനിയിൽ എന്നെ ചീത്ത വിളിച്ചു, ഇവൻ എന്നെ മലരെ പോടാ മലരെ എന്ന് പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ പല തവണ ഇവൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇനി ഇത് വെച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല, നിന്നെ ഞാൻ തീർക്കും. അപ്പൊ അപ്പാനിയുടെ ചങ്കാണല്ലോ. അപ്പൊ ഈ അക്ബറിന് എന്തെങ്കിലും വിഷയം എന്നാൽ കോട്ട് ചെയ്യണമല്ലോ. ബിഗ് ബോസ് പറയട്ടെ കേട്ടോ, ഷാനവാസിക്ക ബിഗ് ബോസ് പറയട്ടെ, സോൾവ് ചെയ്യാൻ വരുന്നത് അക്ബറിന്റെ കേസാണ്. അപ്പാനി ഈ നിമിഷം വരെ അവിടെ വന്നിട്ടില്ല. അക്ബർ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇടപെടാനാണ് അപ്പാനി അലക്കി വെളുപ്പിക്കാൻ വന്നത്. അപ്പൊ ഷാനവാസ് നീ അവനെ പറയുമ്പോൾ നീ ഏറ്റുപിടിക്കുക അല്ലെങ്കിൽ വരുമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഒനിയില് അവനെ സംസ്കാരമില്ല, അതാണ് അവൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, ഞാൻ തീർത്തു കൊടുക്കാം, എനിക്ക് നല്ല വൃത്തിക്ക് തീർത്തു കൊടുക്കാൻ അറിയാം. അപ്പൊ ഷാനവാസ് നീ ഇവിടെ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കടാ കേട്ടാ, നീ കുറെ അപ്പാനെടുത്ത് പറയണം. അപ്പൊ ഒനിയില് ബിഗ് ബോസേ ഇവൻ എന്നെ തെറി വിളിച്ചു, എനിക്ക് പരാതിയുണ്ട് ബെഡ്റൂമിൽ പോയി പറയുന്നു. അപ്പൊ അനീഷ് നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അറിയിക്കുന്നുണ്ടടാ അതൊന്ന്. അപ്പൊ ബിൻസി നാണമില്ലടോ തനിക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അപ്പം അഭിശ്രീയും അനീഷും കൂടി, അഭിശ്രീ നേരെ വരുന്നത് എടാ നീ ഒരുത്തനാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങി വെച്ചത്, ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് നീയാണ്, ഡബിൾ സ്റ്റാൻഡേ എന്താടാ പോടാ പുല്ലേ. അപ്പൊ അനീഷ് പോടാ. അപ്പോഴത്തേക്ക് അഭിശ്രീ നീ ആണുങ്ങളെ പോലെ കളത്തിൽ ഇറങ്ങി കളിക്കടാ, നിന്റെ പോടാ വിളിയൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കും, പോടാ പുല്ലേ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ തെറിവിളികളും മേളവും. അപ്പൊ ഷാനവാസ് ഇവിടുത്തെ ഗ്രൂപ്പിസം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പാനി നീ പോടാ. അപ്പൊ അപ്പാനി എന്നെ പോടാന്ന് വിളിച്ചാ നീ പോടാ, ആരാണ് ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, നീ മിണ്ടാതിരി അക്ബറെ നീ മിണ്ടാതിരി, നീ ഇവരെ ഒന്നും പേടിക്കേണ്ട, ബിഗ് ബോസ് പറയട്ടെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അക്ബർ ഞാൻ ഒരു പെണ്ണുങ്ങളെ ചീത്ത വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചു, പക്ഷേ അക്ബറിന്റെ ഒരു ലൈവിൽ ഒരു ചെറിയ കട്ടിൽ അക്ബർ ഒരു പെണ്ണെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം, ഈ മലരെ എന്നുള്ള വേർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് പറയട്ടെ ഞാൻ എനിക്ക് ഓക്കെയാണ്, ഞാൻ സമ്മതിക്കാം. അപ്പാനി ഷാനവാസിനെ പറയാണ് നിങ്ങൾ എന്തിനാ അപ്പം ആര്യൻ അങ്ങോട്ട് വരുമ്പോൾ നീ പോടാ ചീള് ചക്ക എന്ന് ഷാനവാസ് പറയുന്നു. അപ്പൊ അപ്പാനി നിങ്ങൾ എന്തിനാ ചീള് ചക്ക എന്ന് വിളിക്കുന്നേ, എന്തിനാ? അപ്പൊ ഞാൻ വിളിക്കും, ഞാൻ ക്യാപ്റ്റനാണ്, നീ കൂടുതൽ തേങ്ങ വർത്താനം എൻ്റെ അടുത്ത് പറയരുതേ. അപ്പൊ അപ്പാനി നിങ്ങൾ തേങ്ങ വർത്താനം എൻ്റെ അടുത്ത് പറയണ്ട കേട്ടാ, കൂടുതൽ തേങ്ങ വർത്താനം നീയും എൻ്റെ പറയണ്ട. അപ്പൊ ഷാനവാസ് ഗ്രൂപ്പിസം ഇവിടെ ഇരുന്ന് കളിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ഗ്രൂപ്പിസം കാണിക്കുന്നതല്ലാടാ നീ. അപ്പൊ അക്ബർ നിന്റെ അടുത്ത് ഇത്രയേ ഉള്ളുവടാ എനിക്ക് സംസ്കാരം, ഇത്രയേ എനിക്കുള്ള സംസ്കാരം. അങ്ങനെ പൊരിഞ്ഞ അടി നടക്കുന്നു, മൊത്തം കൂട്ടിയടി. അനീഷും സരികയും കൂടെ അടി, അനീഷും ജിസേലും കൂടെ അടി, ആര്യനും ഷാനവാസും കൂടെ അടി, പിന്നെ ഷാനവാസും അക്ബറും കൂടെ തമ്മിലടി, ഷാനവാസും അപ്പാനും കൂടെ തമ്മിലടി, ഷാനവാസും അനീഷും കൂടെ തമ്മിലടി. മൊത്തത്തിൽ അടിയാണ്. ചീത്ത വിളിച്ചതിന് എന്തായാലും വാണിംഗ് ബിഗ് ബോസ് കൊടുക്കുമായിരിക്കാം. അനീഷ് ഈ പറഞ്ഞ പോലെ ഓവണിനകത്തൊക്കെ എടുത്ത് സാധനങ്ങൾ വെക്കാൻ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കത്തി അടിച്ച് പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോമണർ കാർഡും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. റനയും അപ്പാനും കൂടെ പുറത്തിരിക്കുമ്പോൾ അപ്പാൻ പറഞ്ഞു ഞാൻ ഷാനവാസിക്കാളും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവനെ, പക്ഷെ അവൻ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി എന്നെ പോടാന്ന് വിളിച്ചപ്പോഴത്തേക്കും എടാന്ന് വിളിച്ചപ്പോൾ നീ ആരടാ എന്ന് ഞാനും ചോദിച്ചു. മെനിയാന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ആ 3 പെണ്ണുങ്ങൾ വിചാരിച്ചെന്ന് എടുത്തോണ്ട് വെളി കളയായിരുന്നു, ഇവിടെ ഷോയും കാണും, ഇവിടെ അടിച്ച് വെളി തള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ്. 10:30 വരെയുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയും വിശേഷമായിട്ട് വരാം, ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. ഇത് ഈ പറഞ്ഞ വീക്കിലി ടാസ്കും ഡെയിലി ടാസ്കൊക്കെ കാണും, പിന്നെ മറ്റേ ഈ പറഞ്ഞ പ്രൊമോയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.